അനുഭവിക്കുവാനും പിതാവിൻ്റെ കരുണ അനുഭവിക്കുവാനും സന്ധിപ്പ് അനുഭവിക്കുവാനും വേണ്ടി ദൈവപിതാവ് എറിഞ്ഞ വലയാണ് യേശു. അതുകൊണ്ട് തന്നെ ഈശോയിലേക്ക് വരുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രശ്നങ്ങളുമാണ് പരിഹരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കൃപാസനത്തിലൊക്കെ ചെയ്യണേ എന്താ? ചിലർക്ക് നിത്യരക്ഷ ലഭിക്കുന്നു, ചിലർക്ക് എന്ത് ചെയ്യും? ആശ്വാസം ലഭിക്കുന്നു, ചിലർക്ക് എന്ത് ചെയ്യും? ദൈവസ്നേഹം അനുഭവിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കുണ്ട്. ഓരോരോ തരത്തിലുള്ള വ്യഥ അനുഭവിക്കുന്നവർക്ക് ഓരോരോ തരത്തിലാണ് ക്രിസ്തുവിനെ ദൈവം നിലനിൽപ്പിനുള്ള വരപ്രസാദമായിട്ട് കൊടുക്കുന്നത്. ക്രിസ്തു ആരാണ്? നിലനിൽപ്പിനുള്ള വരപ്രസാദം. ക്രൈസിസ് പോയിന്റിൽ നിലനിൽപ്പിനും അതിജീവനത്തിനുമുള്ള വരപ്രസാദമാണ് ക്രിസ്തു. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി കൂടി നമ്മൾക്കൊരു കൃപ കിട്ടിയാൽ അപ്പം ദൈവത്തിന് നമ്മൾ സ്വന്തമാകും. നമുക്ക് ദൈവത്തിൻ്റെ ദിവസത്തിന് കുറേ റിലേഷൻസ് ഉണ്ടേ. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തമുണ്ട്, സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരൊക്കെ ഉണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഇപ്പം ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്വന്തമാകാനുള്ളത് വിളിയേക്കാൾ ഒരു വെല്ലുവിളിയാണ്. ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മറ്റുള്ളവർക്ക് ദൈവനാമത്തിൽ കൈമാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേ ദൈവത്തിൻ്റെ സ്വന്തമാകും. അപ്പം നിങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമാകാനുള്ള വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്.